നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് പതിവാകുന്നു. തൃശ്ശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പൈപ്പ് പൊട്ടുന്നത് കാരണം ഗതാഗത തടസ്സവും നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുമാണ് അനുഭവപ്പെടുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം തുറന്നുവിടുമ്പോൾ വീണ്ടും പൈപ്പ് പൊട്ടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ജല അതോറിറ്റിയുടെ പരാജയമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നാട്ടുകാർക്ക് വലിയ ദുരിതമാകുന്നു. ഷൊർണൂർ തൃശൂർ പ്രധാന പാതയോട് ചേർന്നാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജല അതോറിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും വെള്ളം തുറന്നുവിട്ടതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ വ്യാഴാഴ്ച വീണ്ടും റോഡ് പൊളിച്ച് പുതിയ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കേണ്ടി വന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പാതയായതിനാൽ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് ഗതാഗതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. പൈപ്പിലെ ചോർച്ച എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ പോലും ജല അതോറിറ്റിക്ക് കഴിയാത്തത് വലിയ പരാജയമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വെള്ളമൊഴുകി റോഡിന്റെ വശങ്ങൾ ചളിക്കുളമായതോടെ കാൽനടയാത്രക്കാരും വലയുകയാണ്. പൈപ്പ് പൊട്ടിയാൽ കൃത്യമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് പരിസരവാസിയായ KK അബൂബക്കർ ആവശ്യപ്പെട്ടു. ജല അതോറിറ്റിയുടെ പരാജയമാണ് ഇവിടെ കാണുന്നതെന്നും പൊളിച്ച റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിവിടെ സ്ഥിരമായിട്ട് ഇതിന് തൊട്ടപ്പുറത്തായിരുന്നു ലീക്ക് ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഇപ്പോൾ ഒരുവിധം അത് അടഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2 മാസമായി ലീക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മിനിഞ്ഞാന്നുണ്ടായി, ഇന്നലെ ഉണ്ടായി. ഇതൊരു നിത്യസംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ലീക്ക് എവിടെയെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ലാഘവത്തോടെയാണ് അവർ ഈ വിഷയത്തെ കാണുന്നത്. അത് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നതിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. റോഡ് എന്ത് പണി കഴിഞ്ഞാലും ആ പഴയ രീതിയിലുള്ള അപകടങ്ങൾ വരാതെ ഇരിക്കാൻ ടാറിങ് നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കടുത്ത വേനൽക്കാലത്ത് നാട് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇത്രയധികം ശുദ്ധജലം യാതൊരു നിയന്ത്രണവുമില്ലാതെ റോഡിലൂടെ പാഴായി പോകുന്നത്. ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.